ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓട്ടട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ഓട്ടട ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 മുട്ട. ഓക്കെ, നമ്മളിങ്ങനെ ഒഴിച്ച് വെക്കാം. പിന്നെ വേണ്ടത് മൈദ. ഇതുപോലുള്ള 2 കപ്പ് മൈദയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അധികം ലൂസും അല്ല അധികം ടൈറ്റ് ഇല്ലാത്ത പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ബാറ്റർ തയ്യാറാക്കാം. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കപ്പ് മൈദയും 2 മുട്ടയും കുറച്ച് ഉപ്പും പിന്നെ അതിൻ്റെ ലൂസിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പാത്രം, അതായത് ചട്ടി, നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. നമ്മുടെ ഓട്ടയപ്പത്തിന് നല്ല ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അടുപ്പ് വെച്ച് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കതിന് ഒരു ചട്ടകം വെച്ച് എടുത്ത് മാറ്റി വെക്കാം. ഓട്ടയപ്പം വെന്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടകം വെച്ച് അതിന് എടുക്കാം. അപ്പം നമ്മൾ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും നല്ല കട്ടിയിലെടുക്കാം. തേങ്ങാപ്പാലാണ്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിൻ്റെ മേലെ കുറച്ച് പശുനെയ്യ്. ഓക്കെ, കുറച്ച് പഞ്ചസാര. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടപ്പം കഴിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ബാറ്റർ നമ്മൾ തയ്യാറാക്കുന്നേരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ചിലരൊക്കെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കും. അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓട്ടട ട്രൈ ചെയ്യൂ. താങ്ക് യു.